ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പഴയ ആധാർ കാർഡിന് പകരമായിട്ട് PVC ആധാർ കാർഡ് ATM രൂപത്തിലുള്ള ആധാർ കാർഡ് ഇപ്പോൾ ലഭ്യമാണ്. നമുക്ക് വെറും 50 രൂപ ഓൺലൈനായിട്ട് മൊബൈല് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പേ ചെയ്തതിന് ശേഷം നമുക്ക് 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് PVC ആധാർ കാർഡ്. വളരെ സെക്യൂരിറ്റിയോടുകൂടിയും അതുപോലെ തന്നെ കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സോട് കൂടിയുമാണ് പുതിയ ആധാർ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിലൂടെ നമുക്ക് അനായാസമായിട്ട് എങ്ങനെ ഇത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ബുക്ക് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷന് വേണ്ടി. നമുക്ക് ആദ്യം തന്നെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിള് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് UIDAI എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ UIDAI.gov.in എന്ന ഗവൺമെൻറ് വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ് വെബ്സൈറ്റ്, ആധാറിൻ്റെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേജിലായിട്ട് നമ്മളോട് ചോദിക്കും നിങ്ങളുടെ 12 അക്ക ഈ ആധാർ കാർഡിൻ്റെ നമ്പർ, അതുപോലെ തന്നെ താഴെ ഒരു ക്യാപ്ച, അവിടെ ഒരു കുറച്ച് ലെറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്, അതും കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ താഴെ കാണിക്കുന്ന ലെറ്റേഴ്സും ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻഡ് OTP എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ മൊബൈല് ആധാർ കാർഡുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് രജിസ്റ്റർഡ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആധാർ കാർഡുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതിൽ എങ്ങനെ OTP വന്ന് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം SMS ആയിട്ട് വന്ന ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് തെളിഞ്ഞു വരുന്നതാണ്. അതിനുശേഷം ആ പേജിൽ തന്നെ താഴെയായിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പേ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഞാൻ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ട പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കയ്യിൽ ഒരു പേയ്മെൻറ്റ് സിസ്റ്റമും ഇല്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് എങ്ങനെ ചെയ്യാം, SBIയുടെ നെറ്റ് ബാങ്കിങ് എങ്ങനെ ചെയ്യാം, യോനോ എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ അവസാനം എല്ലാം ലഭിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ലോഗിൻ ചെയ്ത് ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കാണാൻ സാധിക്കും യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ 50 രൂപ പേ ആയിട്ടുണ്ട്. അപ്പം അടുത്ത പേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ പേയ്മെൻറ്റ് പേജിൽ നിന്ന് നമ്മുടെ പഴയ പേജിലേക്ക് ആധാറിൻ്റെ ഗവൺമെൻറ് വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ആകുന്നതാണ്. അതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നമുക്ക് ആ പേജിൽ തന്നെ താഴെ ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റെസിപ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ആധാർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് എവിടെ വരെ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ID ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ
നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നും ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനി അനായാസമായിട്ട് PVC ആധാർ കാർഡ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ.